Hi, welcome all to my new lecture, Variation with Constraints. First slide. As we know, Euler-Lagrangian equation is the basic condition to be satisfied for a variational problem where the boundary points are fixed but the curves are varying. In this section, we will study if the curves are having constraints which are functions. Euler-Lagrangian equation ആണ് ഒരു വേരിയേഷണൽ പ്രോബ്ലത്തിൻ്റെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ഫിക്സ്ഡ് ആയിരിക്കും. ആ ബൗണ്ടറി പോയിൻറ്റ്സുകൾ കണക്ട് ചെയ്യുന്ന കർവ്സ് വേരി ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കർവ്സ് വേരി ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടാവുകയും ആ കൺസ്ട്രെയിൻ്റ് ഒരു ഫംഗ്ഷനായി മാറുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. Let us start with the j value expression for j, which is to be minimum. J is equal to integral f of yi dou yi by dou xj into xj into dxj. And for this to be stationary, delta j is equal to 0. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. jയുടെ expression and the condition delta j is equal to 0 for minimum. Next slide. And if there is no constraint, that means yi are no longer independent of each other. If there are constraints, yi are independent of each other. If there are no constraints, we will get an equation which is like the previous equation, dou j by dou alpha is equal to 0. If we differentiate j with respect to alpha, as we know, u is a dependent variable, x, y, z are the three independent variables. ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, യു ആണത്. 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് വൈ ഇസഡ് ആണ് എങ്കിൽ നമുക്ക് ഓയിലർ ഇക്വേഷൻ കിട്ടുന്നത് 2a ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 2a ആണ്. അതെന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ ഐ മൈനസ് ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഐ ജെ ഈക്വൽ ടു 0. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോഴാണ് നമ്മൾ കൺസ്ട്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 5k ഓഫ് വൈ ഐ എക്സ് ജെ എന്ന് പറയുന്നതാണ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ദാറ്റ് കൺസ്ട്രെയിൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ ഇൻ്റഗ്രലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിക്കാം. ലാംഡ കെ എന്ന് പറയുന്ന ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിനെ കൺസ്ട്രെയിൻറ്റ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വീണ്ടും ഡെൽറ്റ യൂസ് ചെയ്ത ഡെൽറ്റ ഓഫ് ദറ്റ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ഫോർ മിനിമം കണ്ടീഷൻ. ആൻഡ് ദെൻ സപ്പോസ് ഈ ടേമിനെ നമ്മുടെ ഇൻ്റഗ്രൽ ജെയുടെ ഇൻ്റഗ്രലിലേക്ക് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ആസ് വി നോ, കൺസ്ട്രെയിൻസ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഡെൽറ്റ ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഐ ഡോ വൈ ഐ ബൈ ഡോ എക്സ് ജെ ഈസ് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ആ ടേമിൽ ഒരു കൺസ്ട്രെയിൻറ്റ് ടേമും കൂടെ വരും. ദാറ്റ് മീൻസ് ഡെൽറ്റ ഇൻ്റഗ്രൽ എഫ് പ്ലസ് സിഗ്മ ലാംഡ ഫൈ. Lambda is a Lagrange multiplier. If more than one constraints, k is a counter which sums the number of constraints, all the constraints. ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ k എന്ന് പറയുന്നത് സമ്മേഷൻ ആണ്. k sums from all the first to last constraints. അപ്പോൾ ഓരോ കൺസ്ട്രെയിൻസിനും ഓരോ ടേം ലാംഡ 1 ഫൈവ് 1 ലാംഡ 2 ഫൈവ് 2 അങ്ങനെ എല്ലാ കൺസ്ട്രെയിൻസിൻ്റെയും ടേംസുകൾ കൂടെ ഈ ഇൻ്റഗ്രലിലേക്ക് ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം ആണ്. യു ആർ ജസ്റ്റ് ആഡിങ് ദ ടേം കൺസ്ട്രെയിൻ ടേം ടു ദ ഇക്വേഷൻ ഓഫ് ദ ഇൻ്റഗ്രൽ ഫോർ j. So delta j is equal to 0, that is delta of integral f plus lambda k into phi k is equal to 0. ഈ ഫംഗ്ഷൻ, അതായത് ഈ ന്യൂ ഫംഗ്ഷൻ which is a sum of two functions, the functional which is of the original variational problem without constraint plus the constraint term, that is Lagrange multiplier into the constraint function, ഈ രണ്ടും കൂടെ ചേരുന്നതിന് ഒരു പുതിയ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ജി. ബട്ട് ദ ജി ഈസ് ഡിപ്പെൻഡിങ് ഓൺ വൈ ഐ ഡോ വൈ ഐ ബൈ ഡോ എക്സ് ജെ ഇൻറ്റു എക്സ് ജെ. സിമിലർലി ഏതുപോലെ എഫ് ഡിപ്പെൻഡ് ചെയ്തു അതേപോലെ തന്നെ ജിയും ഡിപ്പെൻഡ് ചെയ്യുന്നു. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഈ റിലേഷൻ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ജി ഈസ് നത്തിങ് ബട്ട് എഫ് പ്ലസ് ലാംഡ ഇൻറ്റു ഫൈ. അതിനുശേഷം നമ്മൾക്കറിയാം അവിടെ
ക്യാപിറ്റൽ എൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ എം സ്മോൾ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ എൻ മൈനസ് എം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ നമ്പർ മൈനസ് കൺസ്ട്രെയിൻസിൻ്റെ നമ്പർ. അത്രയും ഇക്വേഷൻസ് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അത്രയും നമ്പർ ഓഫ് ടേംസ് ഓയിലർ ഇക്വേഷൻ നമുക്ക് എഴുതേണ്ടി വരും. Coming to the next slide. Accordingly, the Euler equations will become dou g by dou yi minus sigma dou by dou xj dou g by dou yi by dou xj is equal to 0. ഇത് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ ഓയിലർ ഇക്വേഷൻ എഫിന് പകരം ജി എഴുതുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് I runs from the first independent variable to the last dependent variable, and j runs from the first independent variable to the last independent variable, and g refers to the functional without constraint plus the constraint terms. Coming to the next slide. Let us consider Lagrangian equation and apply the constraints in the Lagrangian equation. Without constraints ഇല്ലെങ്കിൽ Lagrangian equation എന്ന് പറയുന്നത് d by dt of dou L by dou Q I dot minus dou L by dou Q I equal to 0. അതേ ഇവിടെ ലഗ്രാഞ്ചിനെയാണ് മിനിമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലഗ്രാഞ്ചിയൻ പ്ലസ് കൺസ്ട്രെയിൻസിൻ്റെ ടേമും കൂടെ the contribution of Lagrangian, the contribution towards the Lagrangian from the constraint is given by lambda k into phi k. So that means delta of integral L plus sigma k lambda k into phi k is into dt is equal to 0. ഇവിടെ independent variable ഒരെണ്ണേ ഉള്ളൂ, അത് ടൈം ആണ്. Coming to the next slide, what will happen? ഇവിടെ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് എ ഐ കെ ലാംഡ കെ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസിൻ്റെ ടേമാണ്. അതായത് കെ കൺസ്ട്രെയിൻസ് ഉണ്ട്. കെ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫസ്റ്റ് കൺസ്ട്രെയിൻ ടു ദ ലാസ്റ്റ് കൺസ്ട്രെയിൻ, ആൻഡ് ഐ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് independent variables. So in this case the generalized coordinates are used ചെയ്തത്. അപ്പോൾ d by dt of dou L by dou Qi dot minus dou L by dou Qi is equal to sigma k a i k lambda k എന്ന് പറയുന്നത്. a i k എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ആണ്. ആ കോയിഫിഷ്യൻറ്റിൻ്റെ ഡെഫിനിഷൻ dou phi, the first derivative of constraint function ആണ് a i k എന്ന് പറയുന്നത്. അല്ലെങ്കിൽ a is equal to dou phi by dou Qi. അപ്പോൾ ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ലഗ്രാഞ്ചിയൻ മോഡിഫൈഡ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് d by d ഇക്വേഷൻ 14 ആണ്. Coming to the next slide. Let us apply this in a simple pendulum. As we know, the simple pendulum has a kinetic energy half mv square, which is there are two velocities. One is the radial velocity and the second one is the angular velocity. So the radial velocity is half m r dot square plus r square theta dot square, and the potential energy is due to the position, the height of the ball, which is given by mg into L cos theta or r cos theta, where r is the length of the pendulum. And here you can see the total Lagrangian is given by t minus v is half m r dot square plus r square theta dot square minus of minus mgr cos theta, mgl cos or r cos theta, that will become plus mgr cos theta, and substitute this. So now here we can see there are two generalized coordinates. There were 3 degrees of freedom, but there is one constraint, which is the length of the pendulum is constant. Therefore the 3 minus 1 is 2. The 2 are the generalized. That means once you reduce the number of degrees of freedom by constraints, it is called generalized coordinates, and the generalized coordinates are 2. One is r and the second is theta. So you write the equation for the first generalized coordinate, d by dt of dou L by dou r dot minus dou L by dou r is equal to lambda 1, because the constraints appears in r, whereas there is no constraint in theta. So the right hand side will be 0 for the Lagrangian equation in theta. So that means d by dt of dou L by dou theta dot minus dou L by dou theta is equal to 0. So in this case r1, the coefficient related to the constraint for r is 1, and the coefficient related to the constraint theta is 0. And accordingly, if is the first equation for corresponding to the r is d by dt of mr dot minus mr theta dot square minus mg cos theta is equal to lambda 1.
that will become ml theta dot square plus mg cos theta is equal to minus lambda 1, and then the second equation is ml square theta double dot plus mgl sin theta is equal to 0. So you see in the second equation there is no constraint values, so that will be, you can solve it for theta, and that represents the simple harmonic motion of the simple pendulum. And the first equation is nothing but the value, you have to find out the value for lambda 1, and accordingly that will produce the tension in terms of theta and theta dot. So with this we come to the end of this variation in the constraints. Thank you one and all.